സത്യപ്രവാചകരെ തിരിച്ചറിയണം. സത്യപ്രവാചകന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. രക്ഷാകരമായ സഹനം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ട്രഷറിയിലേക്ക്, നിക്ഷേപത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സത്യപ്രവാചകർ മുന്നേറും. വ്യാജപ്രവാചകന്മാരൊക്കെ പരാജയപ്പെടും. അവരുടെ വ്യാജമൊക്കെ പൊളിയും. കുറച്ച് സമയത്തേക്ക് സത്യം നുണയായി തോന്നും, നുണ സത്യമായി തോന്നും. ഇങ്ങനത്തെ കൺഫ്യൂഷൻ്റെ സ്പിരിറ്റ് ഉണ്ടാവും. അതൊക്കെ പ്രാർത്ഥിക്കാതെ നടക്കുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ്റെ സ്പിരിറ്റാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുക. അതുകൊണ്ട് കുദാശാ ജീവിതവും പേഴ്സണൽ പ്രെയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൺഫ്യൂഷൻ്റെ സ്പിരിറ്റൊന്നും നമ്മളെ ബാധിക്കരുത്. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയപരമാർത്ഥതയോടെ സത്യജീവിതം ജീവിക്കണം. അങ്ങനെ ജീവിച്ചിട്ടും പീഡിപ്പിക്കപ്പെടും. ലോകം നിങ്ങളെ ദ്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവികമായിട്ട് ജീവിക്കുന്നവരെ ലൗകികമായി ജീവിക്കുന്നവർ ദ്വേഷിക്കും. ചിലർ ചോദിക്കും, ഞാൻ എന്തോരം നന്നായിട്ട് ജീവിക്കണേ, അപ്പം എന്തിനാ അവരൊക്കെ എന്നെ ദ്വേഷിക്കണേ? ദൈവവചനമാണ്. ഈശോ പറഞ്ഞ ലോകം എന്നെ ദ്വേഷിച്ചെങ്കിൽ പിന്നെ നിങ്ങളെ ദ്വേഷിക്കാതിരിക്കും. ദൈവത്തിൻ്റെ പാതയിൽ ജീവിക്കുന്നവരെ ലോകത്തിൻ്റെ പാതയിൽ ജീവിക്കുന്നവർ ദ്വേഷിക്കും, വെറുക്കും. ഡോണ്ട് വറി. അതൊരടയാളമാണ്. ശരിക്കും ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചാൽ ലോകത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ നമ്മളെ വെറുക്കും, ദ്വേഷിക്കും. ഡോണ്ട് വറി, ഡോണ്ട് വറി. ആത്മീയമായി നന്നായി ജീവിക്കുന്നവരെ ലൗകികമായി ജീവിക്കുന്നവർ ദ്വേഷിക്കും, വെറുക്കും.